ഹായ് ഫ്രണ്ട്സ്, ഷൈനി ക്രിഷ് ടാരറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നോക്കാൻ പോകുന്ന റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ എനർജി നിങ്ങൾ മുന്നിൽ കൊണ്ടുവരിക. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. വേൾഡ്, 3 of Swords, Queen of Wands, Knight of Wands, the Emperor, Page of Cups, Seven of Cups. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് ടവറാണ്. അപ്പോൾ ഓവറോൾ എനർജി പറയുന്നത് ടവർ ആകുമ്പോഴേ നിങ്ങൾ തമ്മിലൊരു എൻഡിങ് വന്നിട്ടുണ്ട്. അതിപ്പോൾ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള എൻഡിങ് ആയിരിക്കില്ല, താൽക്കാലികമായി എന്തായാലും ഒരു എൻഡിങ് അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ, അതും അല്ലെങ്കിൽ ഒരു അകൽച്ച, എന്തായാലും ഒരു ടവർ മൂവ്മെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ട്. വേൾഡ് കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഒരു മാറ്റം, ഇതിൽ നിന്നൊരു മാറ്റം വേണം. വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകണം. ഇപ്പോൾ പാസ്റ്റിൽ പല പ്രശ്നങ്ങളും നടന്നിട്ടുണ്ടാവും, അതെല്ലാം മറികടന്ന് അതെല്ലാം ഓവർകം ചെയ്ത് ഇനി ഞങ്ങളുടെ ലൈഫിൽ വളരെ ഒരു ഹാപ്പി മൂമെൻറ്റ് വേണം, ഒരു മാറ്റം വേണം. നിങ്ങളെല്ലാത്തിനും തയ്യാറാണ്. ആ പഴയതിൽ പല പ്രശ്നങ്ങളും നടന്നിട്ടുണ്ടാവാം. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. 3 of Swords വന്നിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. അതിപ്പോൾ ആരും ആയിരിക്കാം, ഫാമിലി ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം, അതുമല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ തന്നെ ആയിരിക്കാം. സോ അത് എന്തായാലും അതെല്ലാം നിങ്ങൾ പുറത്തു കൊടുക്കാനും നിങ്ങളുടെ ലൈഫിൽ പുതിയൊരു മാറ്റത്തിനും നിങ്ങൾ തയ്യാറായി നിൽക്കുകയാണ്. മാറ്റം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുകയാണ്. ആ ഒരു എൻഡിങ് വന്നതുകൊണ്ട് തന്നെ അത്രയും നിങ്ങൾക്കൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അത്രയും വേദനാജനകമായാൽ പോലും നിങ്ങൾ ഇനിയെങ്കിലും ഒരു ന്യൂ ബിഗിനിങ്സ് വേണം, ഇതിൽ നിന്നെല്ലാം ഒരു ചേഞ്ച് വേണമെന്നാണ് നിങ്ങൾ ആഗ്രഹിച്ച് നിൽക്കുന്നത്. അവരുടെ വാക്കുകൾ കേട്ട് നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ ഉണ്ടായതായിരിക്കാം. ആ വ്യക്തി നിങ്ങളെ ചൂസ് ചെയ്യാതെ അവരെ ചൂസ് ചെയ്ത് നിന്നതാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു എൻഡിങ് വരാനും ഒരു സെപ്പറേഷൻ വരാനും കാരണമായിരിക്കുന്നത്. പിന്നെ കുറച്ച് പേർക്കൊക്കെ അവരുടെ ഫാമിലി ആയിരിക്കാം നിങ്ങളെ ചൂസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ ചൂസ് ചെയ്യാതെ അവരുടെ കൂടെ നിൽക്കണമെന്ന് പല കാര്യങ്ങളും പറഞ്ഞു പിടിപ്പിച്ച് കൊടുത്തും അവരുടെ ഇൻഫ്ലുവൻസ് കാരണവും നിങ്ങളെ ചൂസ് ചെയ്യാതെ അവർ മറ്റൊരു സിറ്റുവേഷനിൽ പെട്ട് നിൽക്കുന്നുണ്ടാവാം. ഇവിടെ ക്യൂൻ ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കണം. ഇപ്പം മറ്റുള്ളവർ പറയുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്തും ആയിക്കോട്ടെ, അതിലെല്ലാം പെട്ട് നിൽക്കുന്നത് തന്നെ ഇവരൊരു നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കാത്തതുകൊണ്ടാണ്. പക്ഷെ അവർക്കുള്ളിൽ ഒരു മാറ്റം വരണം, ഒരു ട്രാൻസ്ഫർമേഷൻ വരണമെന്നാണ് നിങ്ങൾ അവരിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതാണ് അവർ ആ ഒരു എനർജിയിൽ നിൽക്കാതെ ഇപ്പം മറ്റുള്ളവർ എന്ത് പറഞ്ഞോട്ടെ, എന്ത് ചെയ്തോട്ടെ, എനിക്കറിയാലോ നിന്നെ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്ത് നിങ്ങളെ ചൂസ് ചെയ്യണമെന്നാണ് നിങ്ങൾ അത്രയും ആഗ്രഹിച്ച് നിൽക്കുക. കാരണം നിങ്ങൾ അത്രയും സ്നേഹിച്ചിട്ടുണ്ട് ആ വ്യക്തിയെ. ആ വ്യക്തിക്ക് വേണ്ടി അത്രയും ടൈം സ്പെൻഡ് ചെയ്ത് അവരാണ് എല്ലാം എന്ന് ആഗ്രഹിച്ച് നിന്നിട്ടും അവരൊരു പ്രയോറിറ്റി തരാതെ എന്തുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു എന്നത് നിങ്ങളെ അത്രയും വേദനപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. അവർ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരിപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയിട്ടുണ്ടാവാം, നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളെ ചൂസ് ചെയ്തില്ലെല്ലാം ആണ്. എന്നാൽ പോലും നിങ്ങൾ അവരുടെ അടുത്ത് റൊമാൻറ്റിക് റിലേഷൻഷിപ്പായിട്ടും നിങ്ങൾ അവരുടെ അടുത്ത് ഫാസ്റ്റ് പോകണം, നിങ്ങൾ അവരോട് സ്റ്റേബിളായിട്ടിരിക്കണം, നിങ്ങൾ അവരെ മനസ്സിലാക്കണം, നിങ്ങൾ റെസ്പോൺസിബിൾ ആയിരിക്കണം, നിങ്ങൾ കമ്മിറ്റ്മെൻറ്റ് കൊടുത്ത് അവരെന്ത് പ്രവർത്തിച്ചാലും നിങ്ങൾ അങ്ങനെ നിൽക്കണമെന്നാണ് അവരുടെ മൈൻഡ് സെറ്റ്. നിങ്ങൾ സിറ്റുവേഷനെ മനസ്സിലാക്കുന്നില്ല, അവരെ മനസ്സിലാക്കുന്നില്ല, അവരുടെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടാണ് അവരങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ കുറേ ന്യായീകരണങ്ങൾ അവരെ നിരത്തി വച്ച് അവരെപ്പോഴും നിങ്ങൾ അങ്ങോട്ടെല്ലാം ചെയ്ത് എന്ത് നടന്നാലും എന്ത് പ്രശ്നം നടന്നാലും നിങ്ങൾ അങ്ങോട്ട് പോകണം, നിങ്ങൾ അവരോട് അത്രയും കമ്മിറ്റ്മെൻ്റായിട്ട് നിൽക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. എംബററും വന്നിട്ടുണ്ട്. അവർ കുറച്ച് ഡോമിനേറ്റ് ആണ്, കുറച്ച് അവർ നിങ്ങളോട് ഉള്ള ഫീലിങ്സ് ഒക്കെയാണ്, നിങ്ങളോട് അവർക്ക് ഇഷ്ടമാണ്, സ്നേഹമാണ്, ഉള്ളിൻ്റെ ഉള്ളിൽ അതൊക്കെയാണ്. നിങ്ങളൊരു ഫാമിലി ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ആൾറെഡി മാരീഡൊക്കെ ആണെങ്കിൽ പോലും നിങ്ങളോട് ലൈഫ് ലോങ് നീണ്ടു നിൽക്കുന്ന ഒരു ബന്ധമായിരിക്കണം എന്നൊക്കെ ഒരു ഫാമിലി ആയിട്ടും റെസ്പോൺസിബിളായിട്ടൊക്കെയാണ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ. ഇപ്പം മാരീഡ് അല്ലാത്തവർക്കാണെങ്കിൽ പോലും നിങ്ങളെ ഒരു ഫാമിലി ആയിട്ടൊക്കെയാണ് കാണുന്നത്. പക്ഷേ അവർ ഒന്നും നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നില്ല. എന്താണ് സംഭവിക്കുന്നത്, എന്താണ് അവരുടെ സിറ്റുവേഷൻ, അവരുടെ ലൈഫിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഇതൊന്നും നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നില്ല അവർ. അത് തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ടവർ മൂവ്മെൻറ്റ് വരാൻ കാരണമായിട്ടുണ്ട്. കുറച്ച് പേർക്കൊക്കെ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഈ ഫാമിലി സിറ്റുവേഷൻസ്, ഫാമിലി പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ ആണെങ്കിൽ അവരുടെ മൈൻഡ് സെറ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര റെസ്പോൺസിബിളാണ്, ഞാൻ പ്രാക്ടിക്കലാണ്, എനിക്ക് ഫാമിലിയാണ് ഇമ്പോർട്ടൻ്റ്, അവർ പറയുന്നതാണ് ഞാൻ കേൾക്കേണ്ടത്, അങ്ങനെയൊക്കെ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ പെട്ട് നിൽക്കുന്ന ചില വ്യക്തികളും അവർക്ക് എല്ലാം
അതൊക്കെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, നീ പറയുന്നത് മാത്രം കേട്ട് നിൽക്കാൻ എനിക്ക് പറ്റില്ല. അങ്ങനെയൊക്കെ ഒരു മൈൻഡ് സെറ്റിൽ ഇരിക്കുന്നതാണ് നിങ്ങളുടെ ബന്ധത്തെ ഇപ്പോൾ ബാധിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവർ ശരിയാണോ, എന്നോട് ഇഷ്ടമാണോ, എന്നോട് സ്നേഹമാണോ, ഇങ്ങനെയൊക്കെ കുറേ കൺഫ്യൂഷൻ. ഈ ബന്ധം ഇനി മുന്നോട്ട് പോകുമോ, ആൾറെഡി ഒരു എൻഡിങ്ങോ ഒരു സെപ്പറേഷനൊക്കെ അകൽച്ചയൊക്കെ വന്നതുകൊണ്ട് തന്നെ വ്യക്തി എന്നോട് സ്റ്റേബിൾ ആണോ, കറക്റ്റ് ആണോ എന്നൊന്നും നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടാതെ നിങ്ങൾ നിൽക്കുന്നു. പേജ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ്സ് വരും എന്നാണ് കാണുന്നത്. കപ്സ് എന്ന് പറയുമ്പോൾ ഒരു സ്നേഹമാണ്. ചിലപ്പോൾ ഇത് ടോട്ടലി സെപ്പറേറ്റഡ് എൻഡഡ് ആയി പോയ വ്യക്തികൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സ്നേഹം, അത്രയും സ്നേഹിക്കുന്ന, അത്രയും ഒരു കെയർ ചെയ്യുന്ന, അങ്ങനെ അത്രയും ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തി വരും എന്നാണ് കാണുന്നത്. പുതിയൊരു വ്യക്തി വരും എന്നാണ് കാണുന്നത്. അതല്ല നിങ്ങളുടെ ലൈഫിൽ ഒരു എൻഡിങ് ആയി പഴയ വ്യക്തി തന്നെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ പെട്ട് നിന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ നിന്ന് ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് സ്നേഹവുമായിട്ട് നിങ്ങൾക്കൊരു ഓഫറൊക്കെ തന്ന് ഒരു ന്യൂ ബിഗിനിങ്സ് വരും എന്നാണ് കാണുന്നത്. പക്ഷേ ഇപ്പോൾ ബാധിക്കുന്ന സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ 7 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അവരുടെ മുമ്പിൽ കുറേ ഓപ്ഷനുണ്ട്, കുറേ കാര്യങ്ങൾ അവരുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചൂസ് ചെയ്യണം, എന്ത് വേണം, എന്ത് വേണ്ട എന്നവർക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ ഒരു ടെംപ്റ്റേഷനിൽ അവർ പെട്ട് നിൽക്കുകയാണ്, ഒരു അഡിക്ഷനിൽ അവർ പെട്ട് നിൽക്കുകയാണ്. ഈ ഒരു ടവർ മൂവ്മെൻറ്റ് നല്ലതാണ്. ഒരു എൻഡിങ് വരുമ്പോഴാണ് അവർ കുറേ കാര്യങ്ങൾ ചിന്തിക്കുന്നതും നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് അവർ മനസ്സിലാക്കാനും വേണ്ടിയാണ് ആ യൂണിവേഴ്സ് തന്നെ ഒരു ടവർ മൂവ്മെൻറ്റ് കൊണ്ടുവരുന്നത്. അത് കൊണ്ടുവരുമ്പോഴാണ് അവർക്ക് കുറേ റിയലൈസേഷൻ വരുന്നത്. ഞാൻ എന്താണ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്, എന്താണ് എൻ്റെ മിസ്റ്റേക്ക്, ഇങ്ങനെയൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇങ്ങനെ എന്നും ഇങ്ങനെ വരും പോകും പ്രശ്നങ്ങൾ വരുമ്പോൾ അങ്ങനെ ഇരിക്കാതെ നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റേബിളായിട്ട് വരണമെങ്കിൽ അതിന് വേണ്ടി പ്രപഞ്ചം കൊണ്ടുവരുന്നതാണ് ഈ ടവർ മൂവ്മെൻറ്റ്. പറഞ്ഞല്ലോ, അവർക്ക് കുറേ ഓപ്ഷനിൽ പെട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഈ സിറ്റുവേഷൻ ഇപ്പോൾ വന്നു നിൽക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ്സ് വരും. എന്തായാലും കുറച്ച് പേർക്ക് നിങ്ങളുടെ ലൈഫിൽ അത്രയും നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങൾക്ക് സപ്പോർട്ട് നൽകുന്ന ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കാം, ഒരു ഫ്രണ്ടായിട്ടായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഒരു വ്യക്തി തന്നെ കടന്നു വരും, അല്ലെങ്കിൽ ഈ വ്യക്തി തന്നെ എല്ലാം മനസ്സിലാക്കി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുമെന്നാണ് കാണുന്നത്. ഇനി ഏഞ്ചൽസ് എന്ത് മെസ്സേജാണ് തരുന്നതെന്ന് നോക്കാം. Forgiveness, helpful people. അത് തന്നെയാണ് നേരത്തെ വന്നത്. പേജ് ഓഫ് ഫോൺസ്, ടേക്ക് ആക്ഷൻ. ഇവിടെ ഫർഗീവ്നെസ് വന്നിട്ടുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ചില പോയ ജന്മത്തിലെ കർമ്മയൊക്കെ കൊണ്ടാണ് വരുന്നത്. ഒരു റീസണും ഇല്ലാതെ ഒന്നും നമ്മുടെ ലൈഫിൽ നടക്കില്ല, എല്ലാം ഒരു റീസണിൻ്റെ പുറത്താണ് നടക്കുന്നത്. സോ അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി വന്ന് നിങ്ങൾ ലൈഫ് അത്രയും ബാധിച്ചിട്ടുള്ളത് അത്രയും വേദനാജനകം തന്നെയാണ്. അവരോട് നമുക്ക് വെറുപ്പും വൈരാഗ്യമൊക്കെയാണ് തോന്നുന്നത്. പക്ഷേ നമ്മൾ അവരോട് ഫർഗീവ് ചെയ്ത് കൊടുത്താൽ മാത്രമേ അവർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങുകയും നമ്മുടെ വ്യക്തിയുമായിട്ട് നമുക്കൊരു ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. സോ അതിന് നിങ്ങളെ ഫർഗീവ് ചെയ്യുക, ഈ ഹോപ്പണോ പ്രയറൊക്കെ നിങ്ങളെ സഹായിക്കും. അങ്ങനെയാണ് ഏഞ്ചൽസ് പറയുന്നത്. പിന്നെ ഹെൽപ്ഫുൾ പീപ്പിൾ, അത് തന്നെയാണ് ഇവിടെ പേജ് ഓഫ് കപ്സും വന്നത്. ചിലപ്പോൾ ഒരു വ്യക്തി അതൊരു ഫ്രണ്ടായിട്ടായിരിക്കാം. പിന്നെ ഇവിടെ ടേക്ക് ആക്ഷനും കാണുന്നുണ്ട്. നിങ്ങളടുത്ത് ഒരു ആക്ഷൻ എടുക്കാനാണ് പറയുന്നത്. അതായത് നിങ്ങൾ ചിലപ്പോൾ ഇത്രയും തളർന്ന് അതിൽ തന്നെ ഫോക്കസ് ചെയ്തിരിക്കുന്നെങ്കിൽ മുമ്പോട്ട് പോകാൻ ഒരു ആക്ഷൻ എടുക്കൂ. അതിന് നിങ്ങൾ മെഡിറ്റേഷൻ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് എന്തെങ്കിലും ചെയ്യൂ. കാരണം നിങ്ങൾ അതിലേ ഫോക്കസ് ചെയ്തിരിക്കുമ്പോൾ അത് വീണ്ടും നിങ്ങളെ തളർത്തിക്കൊണ്ടിരിക്കും. അതുമാത്രമല്ല, നിങ്ങളുടെ കരിയറോ നിങ്ങളുടെ ജോബോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അതിന് വേണ്ടി ഒരു ആക്ഷൻ എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും നിങ്ങളുടെ ലൈഫിൽ സക്സസ്സും വരും. ഈ സിറ്റുവേഷനിലും ഒരു മാറ്റം വരും എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.